ഇന്ത്യയെ പോലെ തന്നെ പാകിസ്ഥാനും മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. മിക്സഡ് എക്കോണമിയാണ് പാകിസ്ഥാനും സ്വീകരിച്ചത്. അതുമാത്രമല്ല 1950-60 കാലഘട്ടത്തിൽ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറക്കുമതി ബദൽ ആവിഷ്കരിക്കാനും അതുപോലെ തന്നെ താരിഫ് കോട്ട പോലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ പാകിസ്ഥാൻ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. അത് മാത്രമല്ല, നമ്മൾ നടപ്പിലാക്കിയ പോലെ തന്നെ, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പോലെ തന്നെ ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കാൻ, ഹരിത വിപ്ലവം നടപ്പിലാക്കാൻ പാകിസ്ഥാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഹരിത വിപ്ലവം നടപ്പിലാക്കിയതോടുകൂടിയാണ് പാകിസ്ഥാനിൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് ഒക്കെ കുറച്ചും കൂടിയും ഒരു എക്സ്പോഷർ നിലയിലേക്കൊക്കെ വന്നത് എന്നാണ് പറയുന്നത്. പിന്നെ 1970-കളിൽ മൂലധന വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായങ്ങളെയൊക്കെ പാകിസ്ഥാൻ എന്ത് ചെയ്തിരുന്നു? ദേശസാൽക്കരിച്ചിരുന്നു. മൂലധന വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായങ്ങളെയൊക്കെ ദേശസാൽക്കരിച്ചു. പിന്നീട് എന്താ ഉണ്ടായേ? 1980-കളിലൊക്കെ ആയപ്പോഴേക്കും പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം പാകിസ്ഥാനിൽ നടപ്പിലാക്കി. പക്ഷേ അത്ര വലിയൊരു വൈഡായിട്ടുള്ള ഒരു രീതിയിലൊന്നും സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. 1998 അവർ ന്യൂ എക്കണോമിക് പോളിസി സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് സ്വകാര്യ മൂലധന നിക്ഷേപത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. പ്രത്യക്ഷ നികുതികളൊക്കെ കുറച്ചു, ഡയറക്റ്റ് ടാക്സ് കുറച്ചു, സമ്പദ് വ്യവസ്ഥ സ്വകാര്യ നിക്ഷേപകർക്കായിട്ട് അവരെന്ത് ചെയ്തു? തുറന്നു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ചില മാറ്റങ്ങൾ പാകിസ്ഥാൻ കൊണ്ടുവന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഡെവലപ്മെൻറ്റൽ എക്സ്പീരിയൻസസ് ഓഫ് പാകിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്.